നമസ്കാരം. കള്ളാടി തുരങ്കപാത നിർമ്മാണത്തിനിടെയുണ്ടായ അപകടവും തുടർന്നുയർന്ന ചട്ടലംഘനങ്ങളും വയനാട് തുരങ്കപാത പദ്ധതിയെ വൻ നിയമക്കുരുക്കിലേക്കാണ് നയിക്കുന്നത്. പദ്ധതി പ്രദേശത്താകട്ടെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് ഇടപെടണമെന്ന ആവശ്യവുമായി അന്താരാഷ്ട്ര സംഘടന രംഗത്തെത്തിയതോടെയാണ് തുരങ്കപാതയിലെ കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെയുള്ള വിപുലമായ അന്വേഷണത്തിന് വഴിയൊരുങ്ങുന്നത്. എന്തായാലും കള്ളാടിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി കൈകൂപ്പി അപേക്ഷിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് തണ്ണീർത്തട സംരക്ഷണ അന്താരാഷ്ട്ര പ്രസ്ഥാനം ചീഫ് ജസ്റ്റിസിന് അടിയന്തര കത്ത് നൽകിയത്. ദുരന്തത്തിന് ഇടയാക്കിയ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും പാരിസ്ഥിതിക അനുമതി നൽകിയതിലെ ക്രമക്കേടുകളെക്കുറിച്ചും സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് ഈ കത്തിലെ പ്രധാന ആവശ്യം. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചകളെക്കുറിച്ച് പോലീസ് അന്വേഷണവും പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്. കള്ളാടിയിലെ നിർമ്മാണ സ്ഥലത്ത് മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ എന്നും അനുമതി പത്രങ്ങളിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പ്രത്യേക സംഘം, അതായത് പോലീസ് പ്രത്യേകമായി പരിശോധിച്ചു വരുന്നത്. നടപടിക്രമങ്ങളെല്ലാം കാറ്റിൽ പറത്തി അസാധാരണമായ വേഗതയിലാണ് 2134 കോടിയുടെ ഈ വൻകിട പദ്ധതിക്ക് ഒന്നാം ഘട്ട പാരിസ്ഥിതിക അനുമതി ഒപ്പിച്ചെടുത്തതെന്ന് രേഖകൾ ഇതിനകം തന്നെ പുറത്തെത്തി. സംസ്ഥാന പാരിസ്ഥിതിക ആഘാത പഠന അതോറിറ്റി ചെയർമാൻ വിരമിക്കുന്ന ദിവസം ഈ ഒരു ഫയൽ മാത്രം പ്രത്യേകമായി ഒപ്പുവെച്ചതിലെ തിടുക്കത്തിന് തിടുക്കത്തിൽ തന്നെ അംഗീകാരം നൽകുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിക്കുക പോലും ചെയ്യാതെയാണ് ഡൽഹിയിലെ കേന്ദ്ര വിദഗ്ധ സമിതി ഇതിന് പച്ചക്കൊടി കാണിച്ചത്. വയനാട്ടിലെ അതീവ പാരിസ്ഥിതിക ലോല പ്രദേശത്തെ ഭൗമയാഥാർത്ഥ്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സമിതി തയ്യാറായില്ല എന്ന ഗുരുതരമായ ആക്ഷേപവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നൽകിയ കത്തിലുണ്ട്. ദേശീയ തലത്തിൽ അംഗീകാരമില്ലാത്ത കൊങ്കൺ റെയിൽവേയാണ് പദ്ധതിയുടെ പാരിസ്ഥിതിക ആഘാത പഠനം തയ്യാറാക്കിയതെന്ന വിവരവും പുറത്തുവരുന്നു. വൻകിട അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ പഠനം നടത്താൻ ഇവർക്ക് നിയമപരമായ അക്രഡിറ്റേഷൻ ഇല്ലെന്നതാണ് ആക്ഷേപം. കേരളത്തെ നടുക്കിയ 2007 വാളംകോട് ദുരന്തത്തിന്റെയോ 2024 ചൂരൽമല മുണ്ടക്കൈ ദുരന്തങ്ങളുടെയോ ഡേറ്റകൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടേയില്ല. മുൻപുണ്ടായ പ്രകൃതി ദുരന്തങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്തരമൊരു പഠന റിപ്പോർട്ട് അധികൃതർ അംഗീകരിച്ചതെന്ന കാര്യം ഇപ്പോഴും ദുരൂഹമാണ്. കനത്ത ഭാരമുള്ള ടണൽ ബോറിംഗ് മെഷീനുകൾ ഉപയോഗിക്കുമ്പോഴും വൻതോതിലുള്ള പാറ പൊട്ടിക്കുമ്പോഴും ഉണ്ടാകാവുന്ന ആഘാതങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നിശബ്ദത പാലിക്കുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ പോലീസിന്റെയും മറ്റ് സാങ്കേതിക വിദഗ്ധരുടെയും അന്വേഷണ പരിധിയിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. 17.263 ഹെക്ടർ വനഭൂമിയാണ് പദ്ധതിക്കായി ഇല്ലാതാക്കുന്നത്. സമഗ്രമായ സർവേകൾ നടത്തിയിട്ടില്ല എന്ന് കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയം സമ്മതിക്കുന്നുണ്ട് എങ്കിലും പദ്ധതിക്ക് അനുമതി നൽകാൻ ഇതൊന്നും തടസ്സമാകില്ല എന്നത് വലിയ ചട്ടലംഘനമായാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കള്ളാടിയിലെ ദുരന്തത്തോട് പദ്ധതി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അടിയന്തരമായി നിർത്തിവെക്കണമെന്നും പരിസ്ഥിതി സംഘടനകളുടെ ആവശ്യമുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ലഭിച്ച കത്തിന്മേലുള്ള തുടർ നടപടികളും പോലീസിന്റെ കർശന പരിശോധനകളും തുരങ്കപാതയുടെ ഭാവിയെ നിർണ്ണയിക്കും.